ഹലോ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള ഗ്ലോബൽ ട്രാവൽ ലീഡർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി ഏതാണ്ട് ഞങ്ങൾ 24 പേരുണ്ടായിരുന്നു. 9 മണിക്ക് മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ നമ്മളെ രാമക്കൽമേട് എന്നുള്ള സ്ഥലം കാണാനാണ് നമ്മൾ പുറപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഇവിടെ കട്ടപ്പന എത്തി. അവിടെ നിന്ന് നല്ലൊരു ഹോട്ടലിൽ കയറി ഫ്രഷായി. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വിഭവസമൃദ്ധമായ രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ അവിടെ കഴിച്ചു. കട്ടപ്പനയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. രാവിലെ അവിടുത്തെ ഞങ്ങൾ 7 മണിക്ക് എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെള്ളപ്പം, നൂൽപുട്ട്, പൊറോട്ട, അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കരുതി വെച്ചിരുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ടു. നമ്മൾ രാമക്കൽമേട്ടിലേക്കാണ് ഈ പോകുന്നത്. അപ്പം നമ്മളെ ബസ്സിൽ നല്ല ഗായകർ ഒരുപാടുള്ള യാത്രയായിരുന്നു പ്രാവശ്യം. ഗായകരും മജീഷ്യനും എല്ലാവരും കൂടെ അടങ്ങിയ ഒരു സംഘമായിരുന്നു പ്രാവശ്യം. അതിലൊരുപാട് പേര് പാട്ട് പാടാനും അതുപോലെ തന്നെ നമ്മളെ മജീഷ്യൻ ഷംസു പാണായുടെ വക ഒരുപാട് മാജിക്കുകളും കണ്ടിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. ഏതായാലും സൂപ്പറായിട്ട് ആ യാത്ര ഇങ്ങനെ പോയി നമ്മളെ രാമക്കൽമേട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബസ് അവിടെ നിർത്തിയിട്ട് നമുക്ക് ജീപ്പിലാണ് ഇനി മലയുടെ മുകളിലേക്ക് പോകേണ്ടത്. ഏതായാലും 3000 അടി ഉയരത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ട്രക്കിംഗ് ആണ്, ഓഫ് റോഡ് ട്രക്കിംഗ് ആണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഫോണൊന്നും കയ്യിൽ പിടിക്കാനും പോലും പറ്റാത്ത ഒരു രീതിയിലായിരുന്നു യാത്ര. അത്രയും ചാടിയുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ വീഡിയോ മാത്രമേ ഗ്രൂപ്പിൽ വിളിച്ചിട്ടുള്ളൂ. എന്തായാലും അതൊന്ന് കാണാം. വ്യൂ പോയിന്റിലാണ് അവർ ജീപ്പ് നിർത്തുന്നത്. അതിൽ ആദ്യത്തേതാണ് ആമപ്പാറ. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ആമയുടെ ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രൈവറ്റ് പാർട്ടീസ് ആരോ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ആമയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അവർക്ക് പ്രത്യേക ടിക്കറ്റൊക്കെ വേണം. അതല്ലാതെ തന്നെ നമ്മളെ പ്രകൃതി തന്നെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു പാറയുണ്ട് അവിടെ, ആമപ്പാറ. അവിടെ അത് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ അകത്ത് കൂടെ നമ്മളെ ആമയെപ്പോലെ ഇഴഞ്ഞിട്ട് വേണം നമ്മൾ ആ പാറ കടന്ന് ഇപ്പുറത്തെത്താൻ. ഫോണ്, ബാഗ്, കണ്ണട ഇതൊക്കെ കയ്യിൽ പിടിക്കാൻ പ്രയാസമായിരുന്നു. എന്നാലും ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഫോണൊക്കെ എടുത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു.
അപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ പോയവരെല്ലാവരും കൂടെ ആ പാറയുടെ അടിയിലൂടെ കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ റിസ്ക് പിടിച്ചൊരു യാത്രയാണ്, എന്നാൽ അത് വളരെ നല്ലൊരു അനുഭവമാണ് മനുഷ്യന് തരുന്നത്. കാരണം ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ആ യാത്രയിൽ നിന്നും നേടാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊന്ന് കാണാം. പറഞ്ഞാൽ നിർത്താതെ അടിക്കണ വീശുന്ന നല്ല തണുത്ത കാറ്റാണ്. സ്വതവേ തണുപ്പ് കുറവായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന ദിവസം, എന്നാലും വളരെ ഒരു തണുത്ത കാറ്റിങ്ങനെ വീശുന്നതുകൊണ്ട് നല്ല സുഖകരമായൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കാണാനുള്ളൊരു സൗകര്യമുണ്ട്, നമുക്ക് ഇറങ്ങി കാണാം. അതേപോലെ തന്നെ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശം മൊത്തത്തിൽ കാണാനുള്ളൊരു അവസരമുണ്ട്. വളരെ മനോഹരമായ സ്ഥലം. എന്താ അപ്പം അതിന് പറയുക, അതിനൊരു വിവരിക്കാൻ പറ്റുന്ന ഒരു വാക്കുകളൊന്നുമില്ല. അതേമാതിരി ഈ അഗാധതയൊക്കെ നമ്മുടെ മൊബൈലിൽ എത്രത്തോളം അത് പ്രതിഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്.
ഇനി അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറയുന്നതാണ് ശരിക്കും രാമക്കലിക്കാണ് പോണത്. രാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. സീതാദേവി അന്വേഷിച്ചിട്ട് നമ്മുടെ ശ്രീരാമൻ വന്നിരുന്ന സ്ഥലമാണ് രാമക്കൽ. ശ്രീരാമപാദം അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളെ മഹാഭാരത കഥയിലെ പാണ്ഡവന്മാർ ഈ വഴി വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. ഏതാണ്ട് 3000 അടി ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് ഈ രാമക്കൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ രാമക്കല്ലിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, തമിഴ്നാട് ഏതാണ്ട് മൊത്തം തന്നെ ഈ കമ്പം തേനി ഭാഗങ്ങളും തമിഴ്നാടിൻ്റെ സൗന്ദര്യം മുഴുവനും ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാം. നമ്മൾ ജീപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരം ഈ രാമക്കൽ ആ വ്യൂ പോയിന്റിലേക്ക് നടക്കണം. അവിടെ ഒരു പ്രത്യേക തരം മരങ്ങളാണ് കൂടുതലും കാണുന്നത്. ഒരു മുള്ളുള്ള ടൈപ്പ് ഒരു മരങ്ങൾ ഈ പ്രദേശത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇടവഴി കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ രാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് മൊത്തം കാണാം. ഇതാണ് രാമക്കൽ എന്ന് പറയുന്ന ആ കല്ലാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഭയങ്കര അഗാധതയാണ്. 3000 അടി ഉയരം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ഫ്ലൈറ്റിലിരുന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞിട്ട് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് കാണുന്നത്. മാത്രമല്ല എന്താ പറയുക, അവിടെ നിർത്താതെ അടിക്കണ കാറ്റാണ്. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശി അടിക്കുന്ന സ്ഥലമാണ് ഈ രാമക്കൽ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വിൻഡ് മില്ലുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കുറവനും കുറത്തിയുടെയും സ്റ്റാച്യു ഉള്ള സ്ഥലത്തേക്കാണ്. അത് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ജീപ്പ് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടിട്ട് നമ്മുടെ ബസ്സിലേക്ക് തിരിച്ച് നടക്കാം. അത്രയുള്ള സ്ഥലം. അപ്പം നമുക്ക് അതും കൂടെ വിശേഷങ്ങളൊക്കെ ഇതിൽ തുടർന്നുള്ള വീഡിയോയിൽ ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. കുറവൻ്റെയും കുറത്തിയുടെയും സിബിജിനൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പ്രതീകാത്മകമായിട്ട് കുറവൻ മലയും കുറത്തി മലയെയും 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഇടുക്കി അണക്കെട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്കാണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കുറവൻ്റെയും കുറത്തിയുടെയും ശില്പം ഇപ്പോൾ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കമ്പം എന്നുള്ള സ്ഥലത്തുള്ള മുന്തിരിത്തോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വിസിറ്റേഴ്സിന് കാഴ്ചക്കാർക്കായിട്ട് അവർ കുറച്ച് സ്ഥലം ഇങ്ങനെ മുന്തിരി പറിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം മുന്തിരി വിളവെടുപ്പ് നടത്തുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഫ്രഷായിട്ട് അവർ മുന്തിരി ജ്യൂസ് അടിച്ച് തരുന്നുണ്ട്. പിന്നെ മുന്തിരി നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഒരു മുന്തിരി പോലും നമ്മൾ തൊടാനോ പറിക്കാനോ അവർ സമ്മതിക്കില്ല. പിഴയുണ്ട്. ഒപ്പം കാവൽക്കാരുണ്ട്. പിന്നെ മുന്തിരി തൈകൾ അവിടുന്ന് മേടിക്കാം. ഏതായാലും ഇത്രയും നമ്മുടെ തല മുട്ടുന്ന രീതിയിലാണ് മുന്തിരി തൂങ്ങി നിൽക്കുന്നത്. പഴുത്ത് വിളവെടുക്കാൻ പാകമായ മുന്തിരി.
രണ്ട് മൂന്ന് തോട്ടങ്ങളിലായിട്ട് നമുക്ക് കാണാനുള്ളൊരു അവസരമുണ്ട് അവിടെ. നല്ല സൂപ്പറാണ്. എല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു രാമക്കൽമേട് യാത്ര.